ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ച് ഇ ഡി അന്വേഷണം. ചോദ്യം ചെയ്യലിനായി മുരാരി ബാബു ഇന്ന് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകും. മുരാരി ബാബു SITക്ക് നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് ആവശ്യം. SITക്ക് മുന്നിൽ ഹാജരാകേണ്ടത് ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുരാരി ബാബു ഇഡിയോട് കൂടുതൽ സമയം തേടിയിരുന്നു. വെള്ളിയാഴ്ച ഹാജരാകാനായിരുന്നു ആദ്യ സമൻസ്. കോടതിയുടെ ജാമ്യവ്യവസ്ഥയനുസരിച്ച് SITക്ക് മുന്നിൽ ആഴ്ചയിൽ 2 തവണ മുരാരി ബാബു ഹാജരാകണം. ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്നാക്കി രേഖപ്പെടുത്തിയതിലെ ഗൂഢാലോചനയിലായിരുന്നു മുരാരി ബാബു അറസ്റ്റിലായത്. SIT സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. SITയിൽ നിന്ന് ലഭിച്ച രേഖകളും റെയ്ഡിൽ കണ്ടെടുത്ത രേഖകളും പരിശോധിച്ച ED ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. ജാമ്യത്തിലുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരെയും ചോദ്യം ചെയ്യും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ED ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യും. PS പ്രശാന്തിനെതിരെ കാര്യമായ SIT അന്വേഷണം നടന്നിരുന്നില്ല. ജനം, കൊച്ചി.